കെ.എം. മാണി ബഡ്ജറ്റ് മേശപ്പുറത്ത് വെച്ചപ്പോൾ ശിവൻകുട്ടിയെ CPM മേശപ്പുറത്ത് വെച്ചു എന്നൊരു തമാശ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ആരെയും മേശപ്പുറത്ത് വെക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള അക്രമ സമരങ്ങളിലേക്ക് പോകാത്തത്. ഞങ്ങൾക്ക് അതിനകത്ത് താല്പര്യമില്ല. പിന്നെ ഇവിടെ SK സജീഷ് പറഞ്ഞു ഞങ്ങൾ അക്രമ സമരം നടത്താത്ത ആളുകളൊന്നും അല്ലല്ലോ എന്ന്. എങ്ങനെയൊക്കെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയാലും അത് പണ്ട് ഞാൻ പഴയ കേസുകൾ പറയുകയല്ല വീണ്ടും വേദനിപ്പിക്കാൻ വേണ്ടി. പണ്ട് കണ്ണൂർ ജില്ലയിൽ KSRTC ബസ് കത്തിച്ച് 5 നിരാലംബരായ നിരപരാധികളായ യാത്രക്കാരെ ചുട്ടുകൊന്നത് അടക്കമുള്ള കേസുകൾ എണ്ണി പരിശോധിക്കുമ്പോൾ ആളെ ആക്രമിച്ച കേസിലും സാധനങ്ങൾക്ക് നഷ്ടം വരുത്തിയ കേസിലും എങ്ങനെയൊക്കെയായാലും ഞങ്ങളുടെ തട്ട് CPM-നേക്കാൾ ഒരുപാട് പുറകിലാണ് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മഞ്ജുഷേ? നമ്മൾ ഇവിടെ സണ്ണിക്കുട്ടി സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഇപ്പൊ SK സജീഷിന് താല്പര്യം കാണുന്നതിലായിരിക്കും ശിവൻകുട്ടിയെ സംരക്ഷിക്കണമെന്ന്. പക്ഷേ ശിവൻകുട്ടി ഒരു കാരണവശാലും രാജിവെക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ട്. ആരാണെന്ന് അറിയാമോ? സഖാവ് പിണറായി വിജയൻ. ലാവ്ലിൻ കേസിൽ സമാനമായ സാഹചര്യം ഉണ്ടാകുവാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കീഴ്വഴക്കം വേണം. പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുവാനുള്ള കീഴ്വഴക്കത്തിന്റെ വെറും ഒരു ടൂള് മാത്രമാണ് ശിവൻകുട്ടി.